മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിക്ക് മോശം അനുഭവമുണ്ടായ സംഭവത്തിൽ നടപടി. യുവതിയെ ഭീഷണിപ്പെടുത്തിയ 3 ഡ്രൈവർമാരുടെയും ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ജെയിൻ രാജു വിവരങ്ങളുണ്ട്. ജെയിൻ, വലിയ വിവാദമായതാണ് ഈ അവരുടെ ബ്ലോഗും ഒക്കെ കേരളത്തെ വല്ലാതെ ഒരു നാണം കെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു മൂന്നാറിൽ നടന്നത് ഗുണ്ടായിസമാണെന്നും ഈ ആരോപണ വിധേയരായിട്ടുള്ള ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കും എന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചത്. ഇന്നലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ പ്രത്യേക സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും FIR-ഉം അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയരുടെ ലൈസൻസ് സംബന്ധിച്ച വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ 3 ഡ്രൈവർമാരുടെ ലൈസൻസ് ആണ് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നത്. ഇതൊരു മാതൃകാപരം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരം നടപടികൾ മൂന്നാറിൽ ആവർത്തിച്ചാൽ അവരെ എതിരെ കർശന നടപടി ഉണ്ടാകും എന്ന സന്ദേശം നൽകാൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച ഈ നടപടി തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെ കരുതാം. കാരണം മൂന്നാറിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 2-3 മാസങ്ങൾക്കിടയിൽ 15 പേരാണ് വിനോദസഞ്ചാരികളെ ആക്രമിച്ചതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ പോലീസിന്റെ നടപടി നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി നടക്കുന്ന ഒരു സംഭവമാണ്. ആ കാര്യത്തിൽ കർശന നടപടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. ശരിയാണ്. എന്തായാലും ഉചിതമായ നടപടി തന്നെ MVD സ്വീകരിച്ചിരിക്കുന്നു. ഇനി ഇത്തരം പ്രവർത്തികളിലേക്ക് ആരും പോകാതിരിക്കട്ടെ എന്നതാണ്.